ആനുകാലികത്തിലേക്ക് സ്വാഗതം. ലോക്സഭകളുടെ ചരിത്രത്തെ പറ്റിയുള്ള 3ാം എപ്പിസോഡിലേക്ക് കടക്കാം. 11ാം ലോക്സഭ 1996 മുതൽ 98 വരെ. 1996 പ്രാദേശിക കക്ഷികൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് താൽപ്പര്യം കാണിച്ചു തുടങ്ങിയ കാലഘട്ടം. കോൺഗ്രസ് തളർന്നു തുടങ്ങിയ കാലഘട്ടം. കേന്ദ്രത്തിൽ കൂട്ടുകക്ഷി ഭരണം പരീക്ഷിച്ച കാലഘട്ടം. ഇങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത പല സംഭവവികാസങ്ങളും അരങ്ങേറിയ കാലം കൂടിയായിരുന്നു 11ാം ലോക്സഭ. 129 സീറ്റുകൾ നേടിയ തെലുങ്കുദേശം പാർട്ടി, ശിവസേന, DMK എന്നിവർ ഉൾപ്പെടെ പ്രാദേശിക പാർട്ടികൾ കൂടുതൽ സീറ്റുകളിൽ ജയിച്ചു വരികയും ചെയ്ത കാലഘട്ടം കൂടിയായിരുന്നു ഇത്. 161 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറിയതോടെ പ്രസിഡന്റിൻ്റെ ക്ഷണം സ്വീകരിച്ച BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. കൂട്ടുകക്ഷി ഭരണത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും BJP നടത്തിയെങ്കിലും 13 ദിവസം മാത്രം ആയുസ്സുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു എന്നതാണ് ചരിത്രം. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയർന്നു വന്ന നിരവധി വിഷയങ്ങളിൽപ്പെട്ട കോൺഗ്രസ് ഏറെ ബുദ്ധിമുട്ടിയ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. തുടർന്ന് 140 സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചെറു പാർട്ടികളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രിയായ ദേവഗൗഡയ്ക്ക് 18 മാസക്കാലം മാത്രമേ ആ പദവിയിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ. തുടർന്നായിരുന്നു പ്രധാനമന്ത്രിയായുള്ള IK ഗുജറാളിൻ്റെ സ്ഥാനാരോഹണം. ജനതാ പാർട്ടിയിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹത്തിനും പ്രധാനമന്ത്രി പദത്തിൽ അധിക കാലം തുടരാൻ സാധിച്ചില്ല. 12ാം ലോക്സഭ 1998 മുതൽ 99 വരെ. ആകെയുള്ള 543 സീറ്റുകളിൽ 182 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തീർന്നു. കോൺഗ്രസ് 141 മറ്റ് പ്രാദേശിക പാർട്ടികൾക്ക് 101 സീറ്റുകളും നേടാൻ സാധിച്ചു. മറ്റ് പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെ ആയിരുന്നു BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ മുന്നണി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയത്. എന്നാൽ AIDMK പിന്തുണ പിൻവലിച്ചതിനാൽ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ഈ സർക്കാരിനും 13 മാസക്കാലം മാത്രമേ നിലനിൽക്കാനായുള്ളൂ. സോണിയാഗാന്ധിയോട് സർക്കാർ രൂപീകരണത്തിന് പ്രസിഡന്റ് KR നാരായണൻ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് തയ്യാറാകാത്തതിനാൽ സഭ പിരിച്ചുവിടുകയായിരുന്നു. 13ാം ലോക്സഭ 1999 മുതൽ 2004 വരെ. പൊഖ്രാനിലെ അണുബോംബ് പരീക്ഷണവും കാർഗിൽ യുദ്ധവും നടന്ന സമയം. ഈ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 182 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് 114 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. മറ്റ് പ്രാദേശിക പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് 158 സീറ്റുകൾ നേടുകയും ചെയ്തു. 270 സീറ്റുകൾ നേടിയ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഭരണമേറ്റെടുത്തു. അടൽ ബിഹാരി വാജ്പേയി 3ാം തവണയും പ്രധാനമന്ത്രിയാവുകയും കൂട്ടുകക്ഷി ഭരണത്തോടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു. 14ാം ലോക്സഭ 2004 മുതൽ 2009 വരെ. 14ാം ലോക്സഭ 2004 മുതൽ 2009 വരെ. ഇന്ത്യ ഷൈനി എന്ന ടാഗ്ലൈൻ ഉയർത്തി പോരാടിയ BJPക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കാലഘട്ടമാണ് ഇത്. 543-ൽ കേവലം 138 സീറ്റുകളിൽ മാത്രമായിരുന്നു BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അവരുടെ കക്ഷിനില 145 ഉയർത്തുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി 159 സീറ്റുകൾ നേടിയ പ്രാദേശിക പാർട്ടികൾ നിർണായകമായി. തുടർന്നാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA എന്ന പേരിൽ ഇടതു പാർട്ടികളുടെ ഉൾപ്പെടെ മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത്. പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി വൈമുഖ്യം പ്രകടിപ്പിച്ചതും ശ്രദ്ധേയമായിരുന്നു. 15ാം ലോക്സഭ 2009 മുതൽ 2014 വരെ. വിവരാവകാശ നിയമം, കാർഷിക ലോണുകൾ എഴുതിത്തള്ളുക, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ എന്നിങ്ങനെ നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ ഉറപ്പിക്കാൻ UPA സർക്കാർ ശ്രദ്ധിച്ചിരുന്ന കാലഘട്ടമാണിത്. LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഉള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല. കേവലം 116 സീറ്റുകളിൽ മാത്രമേ അവർക്ക് വിജയിക്കാനായുള്ളൂ. എന്നാൽ കോൺഗ്രസിന് ഇപ്രാവശ്യം 206 സീറ്റുകളാണ് ലഭിച്ചത്. പ്രാദേശിക പാർട്ടികൾ വീണ്ടും ഗണ്യമായ തോതിൽ മുന്നേറുകയും 146 സീറ്റുകൾ നേടുകയും ചെയ്തു. തുടർന്നാണ് 2ാം തവണയും തുടർച്ചയായി മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ UPA സർക്കാർ അധികാരത്തിലെത്തിയത്. 16ാം ലോക്സഭ 2014 മുതൽ. 2G സ്കാം, കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ഇങ്ങനെ ഒട്ടേറെ അഴിമതികളുടെയും തട്ടിപ്പുകളുടെയും ആരോപണങ്ങളിൽപ്പെട്ട UPA സർക്കാർ കുഴങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മൗനം പലതരങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ കാലയളവിലാണ് രക്ഷകവേഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിച്ചത്. രാഹുൽ ഗാന്ധിയാകട്ടെ സമയോചിതമായി മോദിയെ പ്രതിരോധിക്കാനും സാധിച്ചില്ല. തുടർന്നാണ് 282 സീറ്റുകളുടെ പിന്തുണയോടെ BJP അധികാരത്തിലെത്തിയത്.
കോൺഗ്രസിനാകട്ടെ 44 സീറ്റുകളുടെ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. 1984 ശേഷം രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റകക്ഷി ഭരണം നേടുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. 17 ലോക്സഭ 2019 മുതൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ലായ്മ, ദേശീയതയിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ, സാധാരണക്കാർക്ക് ആയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ, ഉയർത്തിക്കാട്ടാൻ വയ്ക്കാത്ത മറ്റൊരു നേതാവില്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥാവിശേഷം, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റുന്ന BJP സർക്കാർ എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ BJPയുടെ പിന്തുണ കൂടി വരികയും മറ്റും ചെയ്തതിൻ്റെ ഫലമായി 303 സീറ്റുകൾ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. തുടർച്ചയായി 2ാം തവണയും ഏകകക്ഷി ഭരണം നേടി നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആളായി മാറുകയായിരുന്നു നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയുടെ പരാജയം മാത്രമല്ല, കേവലം 52 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്ന കാഴ്ചയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു.